ഗൈസ് ഞങ്ങൾ നെക്സ്റ്റ് ടൂർ പോകട്ടോ. അപ്പം അതിനുള്ള ചെറിയൊരു പർച്ചേസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടൂർ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക കഴിക്കാൻ വേണ്ടി വാങ്ങിക്കും. അപ്പം അതാണ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഗൈസ് ഞങ്ങൾ വാൾപ്പാറയ്ക്ക് പോവാണ് അടുത്ത ട്രിപ്പ്. പിന്നെ വെറുതെ അല്ല, നിങ്ങൾക്ക് കണ്ടിട്ട് കുഴപ്പമുണ്ട്? വിത്തൗട്ട് മേക്കപ്പാണ് മുഖം, ലിപ്സ്റ്റിക് വരെ ഇട്ടില്ല. അപ്പം ഞങ്ങള് വാൾപ്പാറയ്ക്ക് പോകട്ടോ. കുറേ ദിവസമായി എവിടെ പോവും, മൈസൂർ പോകണം, വാൾപ്പാറയിൽ പോകണമെന്ന് ചോദിച്ചു. അവസാനം മൈസൂർ നമ്മൾ ഒരട്ടം കുറേ വട്ടം പോയിണല്ലേ, 2-3 വട്ടമൊക്കെ പോയിണ്. ഓക്കെ 2 വട്ടം എന്തായാലും ഞങ്ങൾ പോയിക്കണം കേട്ടോ. നമ്മളെ ഹണിമൂണും പിന്നെ മോളൊക്കെ ഇട്ട് 2 വട്ടം പോയിക്കും. പിന്നെ ഞാൻ ചെറുപ്പത്തിലും പോയിക്കണം മൈസൂരിൽ. അപ്പൊ ഇങ്ങനെ വിട്ടാണ്ട് ഞാൻ കല്യാണം കഴിക്കണതിന് മുന്നേ കോഴിക്കോടങ്ങാടി വിട്ടാണ്ട് ഒരു സ്ഥലം കണ്ടിട്ടില്ല. ചെറുപ്പത്തിലേ ഞാൻ പോയില്ല. അപ്പൊ ഞങ്ങള് വാൾപ്പാറയ്ക്ക് പോവാട്ടോ. അപ്പം നല്ല പേടിച്ചിട്ട് ഞാൻ പോണത് സത്യം പറയുകയാണെങ്കിൽ. ഇപ്പൊ അവിടെ എന്തോ അപകടമൊക്കെ ഉണ്ടായില്ലല്ലോ, നമുക്ക് അതിൻ്റെ ശേഷം ഇപ്പൊ അവിടെ പോകുമ്പോൾ പേടി. അതാണ് 2 മൈൻഡിലിങ്ങനെ നിന്നത്, പോണോ വേണ്ടേ എന്നുള്ള. അങ്ങനെ മൂപ്പര തള്ളലും എൻ്റെ തള്ളലും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വിശന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരത്തെ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് പർച്ചേസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഈ ഐറ്റംസാണ് പർച്ചേസ് ചെയ്തത്. കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ ഞങ്ങൾ വണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കട്ടോ. പുറമേ എന്ത് വാങ്ങണേന്നുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടാണ് ഓരോന്നും കഴിക്കാം. അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകുകയാണേ. ഏകദേശം തമിഴ്നാട് ബോർഡർ എത്താനായിട്ടോ. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ ഒരു സാധനം ഞങ്ങളുടെ നാട്ടിൽ കിട്ടണേ. എന്താ പറയുക, ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങണം തന്നെ. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു. പക്ഷെ ഭയങ്കര പുളിയിൽ കിട്ടും. അതുകൊണ്ട് നമ്മളധികം കഴിച്ചിട്ടില്ല, കുറച്ച് കഴിച്ചിട്ട് ഞങ്ങളത് അവിടെ തന്നെ ഇട്ടു. ഞങ്ങൾ 2 നാവും നല്ല ഡാർക്ക് വയലറ്റ് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം വാൾപ്പാറയ്ക്ക് ഇനി 42 കിലോമീറ്ററും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി തോന്നി. കാരണം ഞങ്ങളൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല, ജസ്റ്റ് ആ ബേക്കറി മാത്രമേ കഴിച്ചിട്ടുള്ളേനും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് എന്തെങ്കിലും കഴിക്കാനും. കാരണം ജോയിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വാൾപ്പാറ ഫോറസ്റ്റ് കയറുന്നതിന് മുന്നേ ഒരു ഷോപ്പ് കണ്ടിട്ടു. ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് എന്തെങ്കിലും കഴിക്കാതിച്ച് കയറിയതാണ്. അപ്പോൾ ഹസ്ബൻഡിന് എന്തായാലും നന്നായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചായ മാത്രം ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ചായ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ മോൾക്ക് ഇപ്പോൾ എന്താ കഴിക്കുക, അപ്പോൾ മോൾക്ക് മാഗി അങ്ങനെ എന്തെങ്കിലും വേണം പറഞ്ഞു. അപ്പോൾ ഓൾക്ക് മാഗി വാങ്ങിച്ചു. ഹസ്ബൻഡ് നല്ല സദ്യ കഴിച്ചിട്ട് കൊടുത്തു, നല്ല ചോറൊക്കെ കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല. ഇതിലിപ്പോൾ കാര്യമായിട്ടുള്ളത് ഉപ്പേരി, സാമ്പാർ, പിന്നെ എന്തോ ഒരു കറി, മോരും പിന്നെ അവിടെ തന്നെ ഒരു ഡാമുണ്ടല്ലോ, ആ ഡാമിൽ നിന്ന് പിടിച്ച മീൻ തന്നെ അവിടെ നിന്ന് ഫ്രൈ ചെയ്ത് തരും കേട്ടോ. അതായിരുന്നു ഉണ്ടായിരുന്നത്. വാൾപ്പാറ ഫോറസ്റ്റ് കയറുന്ന മുന്നത്തെ ഒരു ഡാമുണ്ട്, അതാണ് ആ ഡാം. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളവിടെ കയറില്ല. പിന്നെ അതുപോലെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ കയറാതെ അവിടുന്ന് തൊട്ടടുത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ഫോറസ്റ്റ് കയറാൻ വേണ്ടി പോകുകയാണ്. ചെക്ക് പോസ്റ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറിപ്പോകാൻ പറ്റി. കാരണം ഈ പാസ് ഇട്ടുകൊണ്ടുള്ള ഉപയോഗം എന്താ, നേരെ പോവാ, ടിക്കറ്റ് എടുക്കാൻ. അപ്പം അതാണ് കാരണം. ഇ പാസ് എടുക്കുക എല്ലാവരും. ഊട്ടി അതുപോലെ തന്നെ കൊടൈക്കനാൽ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇ പാസ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈം എടുക്കാതെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് കയറി ചെല്ലാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ വാൾപ്പാറ ചുരം കയറാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു പേടിയും എന്താ പറയുക, നന്നായിട്ട് ഭയമുണ്ട് എനിക്ക്. കാരണം ഇങ്ങനെയൊക്കെ ഒരു അപകടം നടന്നിട്ട് അങ്ങനെ ഒരു 1 മന്ത് ആയിട്ടില്ല. അതിൻ്റെ ഇതിലാണ് ഞങ്ങളിപ്പം ഇപ്പോൾ ടൂറൊക്കെ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോകണമെന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ മൈസൂരോ അല്ലെങ്കിൽ മൂന്നാറോ എവിടേക്കെങ്കിലും പോവാം. അതൊന്നും ഇതുപോലെ 45 ചുരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒന്നാമത് ഇങ്ങനെ അപകടം നടന്നതിനുള്ളൊരു പേടി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ പോയപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു
ഇതുവരെ എന്തുകൊണ്ട് ഞാനവിടെ പോയില്ല എന്നെനിക്ക് തോന്നിപ്പോയി. അത്ര അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. പോണ വഴികളായാലും ചുരങ്ങളായാലും എന്തായാലും ഇവിടെ വന്ന് എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക. അടിപൊളി സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ പോകുന്നതെന്നുള്ളൂ, പക്ഷെ നല്ല നെഞ്ഞെടുപ്പുണ്ട് എനിക്ക് കേട്ടോ. ഹസ്ബൻഡിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല ഡ്രൈവിങ് അറിയണവർ മാത്രം അതിലൂടെ പോകാൻ, കാരണം അത്ര ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. വാൾപ്പാറയത്തെ ചുരത്തിൽ ഏറ്റവും 9ാമത്തെ വളവിലാണ് അടിപൊളി വ്യൂ ഉള്ളതെന്ന് പറഞ്ഞത്. 9ാമത്തെ വളവെന്ന് തന്നെയാണ് അവർ വന്ന് ആക്സിഡൻ്റ് ആയിട്ട് വീണതും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ഒരു സ്ഥലത്ത് എത്തിക്കണം. അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാറിന്ന് സൈഡാക്കി നിർത്തിയിട്ട് ജസ്റ്റ് അവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് എടുത്തിട്ട് ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ കുറേ കുരങ്ങന്മാരുണ്ട്, ഫോണിങ്ങനെ തട്ടിപ്പറിക്കാൻ നോക്കാട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് എടുത്തത്. പിന്നെ എനിക്കാണെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലമാണ്, എനിക്ക് ഭയങ്കര കൈയും കാലൊക്കെ വറക്കുക, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കയറി വന്ന എല്ലാ ചുരങ്ങളും നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റീന് കേട്ടോ. പിന്നെ റോഡിൽ കുറേ നേരം വണ്ടി നിർത്തിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം വണ്ടി എടുത്തു. ജസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇറങ്ങിയാണ്. അതും വേറെ ആൾക്കാർ ഇറങ്ങി കണ്ടിട്ട് ഇറങ്ങിയതാണ്. ശരിക്കും അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. അപ്പം ഞാനത് എനിക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം ഒന്ന് ഇറങ്ങിയാണ്. പിന്നെ റോഡൊന്നും അത്ര വലിപ്പമില്ല, ഭയങ്കര വീതിയുള്ള റോഡൊന്നുമല്ല. കാരണം വലിയ ബസ്സൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സൈഡ് കൊടുക്കണം. നമ്മൾ വാൾപ്പാറ കൂടെ ഇവിടെ ഇപ്പം എത്രാമത്തെ എത്തി? നമ്മളിപ്പം 14 15 ഹെയർപിൻ കയറിയിട്ടു. അന്ന് അപകടം പറ്റിയ ആ സ്ഥലത്ത് ഇതുപോലെ ഒരു തരി പോലൊരു ഫുള്ളോടെ മൊത്തം ക്ലീൻ ആയിക്കണല്ലേ. പിന്നെ ഇപ്പം അവിടെ എന്താ പറയുക, അപകടം നടന്ന സ്ഥലം പോലും ഒരു സിമെൻ്റ് ഇട്ട് ഒക്കെ സെറ്റാക്കിയിരുന്നു, പെയിൻ്റ് വരെ അടിച്ചു. അവിടെ നിന്ന് നടത്തുമ്പോൾ നെഞ്ഞിന്നിങ്ങനെ പൊട്ടെനിക്ക് കണ്ടിട്ട്. എൻ്റെ കൈയും കാലിങ്ങനെ വറക്കി. ഞാൻ 9ാമത്തെ വളം എടുത്തിപ്പോൾ തന്നെ കപ്പാടെ. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് അവിടെ എത്തുമ്പോൾ ഓരോരോ അവസ്ഥ എന്തേക്കാരെന്ന്. 14ാമത്തെ വളർന്നൊക്കെ ഒരു നല്ല ഹാപ്പി കാരല്ലേ. 13 എടുത്തിപ്പോഴേ ഏകദേശം ഞങ്ങളൊരു 30ാമത്തെ വളവൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. അവിടെയും ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വണ്ടി നിർത്താൻ പറ്റില്ല, ഫൈൻ എടുക്കേണ്ടി വരും. അപ്പോൾ കുറേ ആൾക്കാർ വണ്ടി നിർത്തേണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതിനൊക്കെ ഗൈഡ് വന്നിട്ട് ഞങ്ങളെ വേഗം പോകാൻ പറഞ്ഞു. അവിടെ നിൽക്കണ സേഫ് അല്ല, കാരണം എന്താ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ വേഗം വിട്ടിട്ടോ. 40ാമത്തെ വളവൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ ഒരു 30 വളവൊക്കെ എത്തുമ്പോഴത്തേനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻസ് അവിടെ ഇറങ്ങാൻ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. മീൻസ് അവിടെയൊക്കെ ഒരുപാട് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാനും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറേ തേയിലത്തോട്ടം, നമ്മൾ ഈ മൂന്നാർത്തക്കെ മാതിരി കയറാൻ പാടില്ല എന്നുള്ളൊരിതൊന്നുമില്ല. ഇത് ഇവിടെ ഫുൾ എസ്റ്റേറ്റുകളാണ് തോന്നുന്നുണ്ട്. കാരണം കൂടുതൽ ടൂറിസ്റ്റ് ഒന്നുമില്ല ഇവിടെ, കൂടുതൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളീ മൂന്നാർത്തെ പോലെ ഒന്നും കയറാൻ പാടില്ല എന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, ഫോട്ടോസ് എടുക്കുക. തേയിലത്തോട്ടത്തിലൊക്കെ അവിടെ ഫുള്ളും കമ്പിവേല കേട്ടിട്ടുണ്ട് മൂന്നാറിൽ. പക്ഷേ ഇവിടെ അതൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിനും. പിന്നെ ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്, ഞങ്ങളിവിടെ നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാം കൊണ്ടും അടിപൊളിയാണ്, ബ്യൂട്ടിഫുൾ, നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഒരൊറ്റൊരു കാര്യത്തിൽ ഇത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. ഞങ്ങൾ 2 ദിവസത്തിന് വന്നതാണ്. ഞാൻ ഏകദേശം എന്തായാലും ലാസ്റ്റ് വീഡിയോൻ്റെ എൻഡിങ്ങിൽ ഞാൻ എന്താണെന്ന് പറയാം. പിന്നെ ഇവിടെ വലിയൊരു പ്രതിമ ഉണ്ടായിരുന്നു. അത് ആരെന്താണെന്നൊന്നും അറിയില്ല. അവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് അവിടെ ഇറങ്ങിങ്ങാണ്ട് ജസ്റ്റ് അവിടെ എന്താണെന്നൊക്കെ നോക്കി ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോന്നു. പിന്നെ അവിടുന്ന് വിട്ടു. അങ്ങനെ പോയി ലാസ്റ്റ് വളവിലെത്താനായിട്ട് 40ാമത്തെ വളവിലെത്തി. പിന്നെ ഇവിടേക്ക് പോകുന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ ഷോളയാർ ഡാം ഉണ്ടല്ലോ അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഈ ഡാമിലൊക്കെ അന്ന് മരിച്ചവർ വന്നിന് ഞാനത് ന്യൂസിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി. അതും നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെയൊക്കെ ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ വേഗം വിട്ടത് റൂം എടുക്കാമെന്നുള്ളൊരു ടെൻഡൻസിയിലാണ് വന്നിരുന്നത്. പക്ഷേ റൂമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഈ ചുരം ഫുള്ളും കയറിയതിന് ശേഷം ഫസ്റ്റ് നോക്കിയത് തന്നെ റൂമായിരുന്നു കേട്ടോ. റൂമിൽ കയറിയങ്ങാണ്ട് ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ പിന്നെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങൽ. പക്ഷേ റൂമൊന്നും കിട്ടിയില്ല കേട്ടോ. booking.com നോക്കി. പക്ഷേ ആ നോക്കിയ റൂമിലൊക്കെ നമ്മൾ പോയി നോക്കിയപ്പം ഭയങ്കര ഫ്ലോപ്പാണ്. കാരണം വെച്ചാൽ ഹസ്ബൻഡ് പറയണം, ഈ ടോയ്ലറ്റൊക്കെ കണ്ടിട്ടില്ലേ, ടോയ്ലറ്റിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത റൂമുകളാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ നിന്നാലൊരു ഇതില്ല, സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കും മടിയായി. നമ്മളൊരു റൂമിൽ പോയി നോക്കിയപ്പോഴൊക്കെ ഭയങ്കര ഒരു
ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം പോവാന്നുള്ളൊരു ഇത് വന്നിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അന്ന് ആ ഒരു ടൂറ് ഫുള്ളായിട്ട് നമ്മൾ ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. റൂം എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്തൊന്നും അവിടെ പോകാൻ പറ്റിയില്ല. കാരണം അവിടെ തന്നെ ഇഷ്ടംപോലെ ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു, എവിടെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോണ വഴിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അടുത്തുള്ള ഷോളയാർ ഡാം പോയി, പിന്നെ വേറൊരു സ്ഥലത്തും കൂടി പോയിട്ടുണ്ട്. കുറച്ച് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്, അവിടെയും പോയി. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടിട്ടോ. ഭയങ്കരമായിട്ട് പിന്നെ ആണെങ്കിൽ ഈ ഷോളയാർ ഡാമിൽ ഞങ്ങൾ പോകാൻ നേരത്തെ അവിടെ അടച്ചിക്കണ്, അവിടെ കയറാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കയറിങ്ങാണ്ടൊന്ന് ഇറങ്ങിക്കാണ് കേട്ടോ. ഫുള്ളായിട്ടാണ് കയറാൻ പറ്റിയില്ല. ഒരു സമയം കഴിഞ്ഞ് അവിടെ അടക്കല്ലോ. അപ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾ വിട്ടത് എവിടേക്കായിരുന്നു സുഹി? ഞങ്ങൾ നേരെ വിട്ടത് വീട്ടിലേക്കല്ല, ഞങ്ങൾ നേരെ വിട്ടത് മൂന്നാറിലൊക്കെ കേട്ടോ. ഏകദേശം ഞങ്ങൾ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ട്രിപ്പൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റിലുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പര് പറഞ്ഞേ ഇല്ല, ഒരൊറ്റ സ്ഥലത്ത് പോകാൻ തന്നെ 1 ഡേ ഒരു ദിവസം സ്റ്റേ ആക്കിയിട്ട് പിന്നെ തിരിച്ച് വരണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ അങ്ങോട്ട് ഫ്ലോപ്പായി. ഏതായാലും ഞാൻ ആകെ മൂഡ് ഓഫ് ആയും ചെയ്ത്, ഒന്നും കാണാനും പറ്റിയില്ല, റൂം എടുക്കാനും പറ്റിയില്ല. 2 ദിവസം ഇങ്ങനെ നിൽക്കേണ്ട ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആകെപ്പാടെ അങ്ങനെതായി. അപ്പോൾ മൂപ്പര് പറഞ്ഞ് നമുക്ക് എന്നാൽ മൂന്നാറിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് വിടണം. അപ്പോഴും മൂന്നാറിൽ ഇപ്പം എന്താ ഇതുപോലെ തന്നെയല്ലേ കാണാനുള്ളൂ എന്നുള്ളൊരു ഇതായി. പിന്നെ അതല്ല, ഹസ്ബൻഡ് പറഞ്ഞും ചെയ്ത് ഞങ്ങൾ എന്താണ് മൈസൂർക്ക് പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിന്ന് മൂന്നാറിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലേക്ക് അവിടെ നിന്ന് വിട്ടിട്ടോ. അപ്പം ഏകദേശം ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഷോളയാർ ഡാമിൽ നിന്ന് നമ്മൾ പിന്നെ നേരെ ഞങ്ങൾ മൂന്നാറിലേക്ക് പോവാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം കാട്ടിക്കൂടൊക്കെ പോകാനാണ്. എന്താ മലക്കപ്പാറ, അതിരപ്പള്ളി റോഡ്, അതൊക്കെ എനിക്ക് ആഗ്രഹമുള്ള. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് വന്നത് തന്നെ പൊള്ളാച്ചി ആ വഴിക്കൊക്കെയാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴിയൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. ശരിക്കും ഹസ്ബൻഡ് പറഞ്ഞ എറണാകുളം ആ ഭാഗത്തുള്ളവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ സുഖം അതിലൂടെ വരാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മലപ്പുറംകാരല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വരാനിപ്പം ഈ ഒരു തമിഴ്നാട്ടിൽ കൂടെയാണ് വരാൻ സുഖം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വഴിക്കാണ് വന്നിരുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതിനിടയിലൊരു പാമ്പുണ്ടായിരുന്നു കേട്ടോ. പാമ്പ് ഞങ്ങൾ മുന്നിൽ കൂടെ അങ്ങോട്ട് അരിച്ചൊക്കെ പോയി. അപ്പം അങ്ങനെയൊക്കെ ഞാനാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ കുറേ ഇറങ്ങാൻ ഭയങ്കര ടെൻഡൻസിയാണ്. അപ്പോൾ ഈ പാമ്പിനെ കണ്ടപ്പോൾ പിന്നെ ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയായിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര വിശപ്പായി. ഇവിടെ ആണെങ്കിൽ നല്ല ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ഏകദേശം എന്തായാലും ഒരു മഗ്‌രിബ് ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും മൂന്നാർക്ക് പോകണ വഴിക്ക് എവിടെന്നെങ്കിലൊക്കെ നല്ല ഹോട്ടൽ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് റീല് കണ്ടതിലൊക്കെ നല്ല മഴക്കാലത്തുള്ള വീഡിയോസൊക്കെ കണ്ടത്. പക്ഷെ നല്ല അടിപൊളിയാണ്. കോട കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ വന്ന സമയത്ത് മഴയൊന്നുമില്ല, വെയിലുള്ള സമയത്താണ്. പക്ഷെ എന്നാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുക മഴക്കാലത്തൊക്കെ ആണെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ഇവിടെ എന്തായാലും വരാം. അതും നല്ല ഡ്രൈവിങ് അറിയണവർ മാത്രം വരാം. അപകടമൊന്നും ഇല്ലാതെ മെല്ലനെ വണ്ടി ഓടിച്ചിട്ട് സാവധാനത്തിൽ വരാം കേട്ടോ. ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറങ്ങാതെ കൂടെ ഉള്ള ആളെ നമ്മൾ മാക്സിമം ഉറക്കാതെ നോക്കാം. മീൻസ് ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങലേ ഇല്ല. നമുക്ക് കുറേ യാത്ര ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ ഉറങ്ങാറേ ഇല്ല. ഞാൻ സംസാരിച്ചുകൊണ്ട് എങ്ങനെ നിൽക്കും ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരുക്കും ഉറക്കം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ മാക്സിമം ഉറങ്ങാതെ ഓരോ കൂടെ ഫുള്ള് സപ്പോർട്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഉറക്കം വരികയാണെങ്കിൽ എവിടെയെങ്കിലും സൈഡാക്കി നിർത്തിയിട്ട് ഉറങ്ങി തെളിഞ്ഞിട്ട് വണ്ടി ഓടിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അപകടമൊന്നും ഇല്ലാതെ എല്ലാവരും സേഫായിട്ട് വരാൻ ശ്രമിക്കട്ടോ. വല്ലാതെ ഇരുട്ടാവാതെ തന്നെ വേഗം ചുരം ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ചുരം ഇറങ്ങാതെ ഇത് കൂടെ പോകാൻ കഴിയില്ലല്ലോ, വേറെ ഒരു വകുപ്പില്ല. ഞാൻ കുറേ ചോദിച്ചു ചുരം ഇറങ്ങാതെ എങ്ങനെയെങ്കിലും വേറെ വഴിയുണ്ടോ ഇതിൽ കൂടെ പോകാൻ പറ്റിയത്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് എന്തായാലും വേറെ വകുപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചുരം ഇറങ്ങണം. അപ്പം ഞങ്ങൾ ചുരം ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോഴും ഞങ്ങൾ ഈ 13ാമത്തെ വളവൊന്നും 9ാമത്തെ വളവിനെ ഹസ്ബൻഡ് നല്ല രീതിക്ക് എനിക്ക് വിസ്തീർണിച്ച് തന്നിട്ടോ. കാരണം എനിക്കതിനെ പറ്റി കറക്റ്റ് അറിയില്ലേനു. അപ്പം മൂപ്പര് പറഞ്ഞ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേട്ട് നോക്കി. ഇത് ഭയങ്കര ചെറുതാ. ഇതിങ്ങൾ പോയിട്ട്
ഇതിമ്മ കൂടെ പോയി അവിടെ ആ ഹൈറ്റിൽ നിന്ന് അങ്ങനെ വന്നിട്ട് ആ വണ്ടീൻ്റെ പാർട്സ് ഇന്നോടെ കിടക്കുന്നു വെള്ളം ഇവിടെ അതാണ് ബോർഡ് കേട്ടോ അവിടെ ആ കാണുന്നില്ലേ ആ ഹൈറ്റിൽ നിന്നാണ് മറിഞ്ഞിട്ട് ഈ പാറമക്കോടൊക്കെ കൊഴിഞ്ഞാടാന്ന് പറയുന്നത് ചില്ലറ വേറെ കുറേ സ്ഥലത്ത് തട്ടി തടയാനും പാറല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഹെയർ പിൻ ഇത് പറയുന്നത് വെറും പാറ മാത്രം. ഈ ഭാഗത്ത് ഇതാണ് ഒമ്പാമത്തെ ഹെയർ പിൻ. എത്ര ഹൈറ്റ് ആലോചിച്ചു കാണൂല മുട്ടും. അപ്പം ഞങ്ങൾ സേഫായിട്ട് ചുരക്കിറങ്ങി അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളൊരു ലെവലിൽ ഏതോ ഒരു ഷോപ്പിൽ കയറി. അവിടുന്ന് ഞങ്ങൾ ബ്രോസ്റ്റും പിന്നെ ഫ്രൈഡ് റൈസും അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മൂന്നാർക്ക് വിടുകയാണ്. ഇവിടുന്ന് മൂന്നാർക്ക് എത്രയോ കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോകുന്ന വഴിയിൽ കാട്ടിലും ഞങ്ങൾ കുറച്ച് പെട്ടുപോയി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബായ്.